റിപ്പോർട്ടർ ഇമ്പാക്ട് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറെ സന്തോഷം തരുന്നൊരു വാർത്ത കൂടിയാണ്. മലപ്പുറത്ത് ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് വിദ്യാർത്ഥിയെ വാഹനത്തിൽ കയറ്റാത്തതിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയിലേക്ക് പോകുന്നു. പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് AO. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ നടപടി വരികയാണ്. അഷ്കർ അലി കരിമ്പയാണ് ചേരുന്നത്. അഷ്കർ, ആ കുഞ്ഞിന്റെയും അമ്മയുടെയും ഒക്കെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. എത്രത്തോളം വേദനിക്കപ്പെട്ടു അവർ എന്ന് അറിയുകയും ചെയ്യാം. അതിലിപ്പോൾ നടപടി വരുന്നു എന്നത് ആശ്വാസകരം തന്നെയാണ്. വിനിത, ഇക്കഴിഞ്ഞ 13-ാം തീയതിയാണ് മലപ്പുറം ചേലേമ്പ്ര LP സ്കൂളിൽ UKG വിദ്യാർത്ഥിത്തിൽ ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് കുട്ടിയുടെ വിദ്യാഭ്യാസം പോലും തടയുന്ന രീതിയിൽ ആ കുട്ടി അങ്ങേറ്റം അപമാനിച്ചുകൊണ്ട് തന്നെ ബസ്സിൽ കയറ്റാതെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ആ കുട്ടി കണ്ണീരോടുകൂടി വീട്ടിലേക്ക് മടങ്ങിയതും ആ മാതാവിൻ്റെ സങ്കടമൊക്കെ തന്നെ നമ്മൾ വാർത്തയാക്കിയിരുന്നതിന് പിന്നാലെ തന്നെയാണ് കേസിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത് അതിന് തുടർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിഷയത്തിൽ അന്വേഷിച്ച് 2 ആഴ്ചയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ DDക്കും അതുപോലെ തന്നെ AEക്കും തന്നെ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ സമാനമായി തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ കൂടി പുരോഗമിക്കുന്നത്. DDയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരപ്പനങ്ങാടി AEO ഈ കേസ് അന്വേഷിക്കുകയും അതിൽ പ്രധാന അധ്യാപികയുടെ വിശദീകരണം തേടുകയും ചെയ്തത്. ഈ കാര്യം നിഷേധിച്ചുകൊണ്ടുള്ളൊരു മറുപടിയാണ് പ്രധാന അധ്യാപിക നൽകിയതെങ്കിലും ഈ പ്രാഥമിക ഘട്ടത്തിൽ അത് വിശ്വാസത്തിലെടുക്കാതെ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ AEO നിർദ്ദേശം നൽകിയിരിക്കുന്നു. ചേലേമ്പ്ര LP സ്കൂൾ എയ്ഡഡ് സ്കൂൾ കൂടിയാണ്. സ്കൂളിലെ മാനേജർക്കാണ് പ്രധാന അധ്യാപികയ്ക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണം. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ വേണ്ടി മാനേജർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ സ്കൂളിൽ നേരിട്ടെത്തി അന്വേഷിച്ച് ഈ കുട്ടിയുടെ രക്ഷിതാവിൻ്റെയും അതുപോലെ തന്നെ സാക്ഷികളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തി തുടർ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടി AEO തീരുമാനിച്ചിട്ടുണ്ട്. അതിനുകൂടി അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടുതൽ നടപടികൾ. ശരി, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകി.